ജോലിയിലുള്ള പ്രഷർ നമ്മൾ സ്വഭാവത്തെ ശരിക്കും അഫക്റ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അറിയുന്നില്ല പലപ്പോഴും. നമുക്ക് ആ വർക്ക് പ്രഷർ നമ്മൾ ആ ആ വർക്ക് പ്രഷർ നമ്മൾ വീട്ടുകാരുടെ ദേഷ്യം കാണിക്കും, അത് പറഞ്ഞ ദേഷ്യം കാണിക്കും, അങ്ങനെ തീർക്കും. അങ്ങനെ ഒരിക്കൽ എൻ്റെ വീട്ടിൽ പ്ലംബിംഗ് കിടക്കായിരുന്നു. അപ്പോൾ പ്ലംബർ രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കഷ്ടപ്പെട്ട് ലീവൊക്കെ മേടിച്ചു. പക്ഷെ രാവിലെയായിട്ട് ആൾ വന്നില്ല. 8 മണിയായി, 9 മണിയായി. ഞാൻ കുറേ വിളിച്ചിട്ട് ആളും കുഴപ്പത്തില്ല. അപ്പോൾ ശരിക്കും ദേഷ്യം വന്നു എനിക്ക്. ഞാൻ ഉച്ചയായപ്പോൾ എൻ്റെ സൈ കേട്ടു. കാരണം നാളെ ലീവ് കിട്ടത്തില്ലേ. ഞാൻ നേരെ വണ്ടി എടുത്ത് അവൻ്റെ വീട്ടിൽ പോയി. രണ്ട് വർത്തമാനം പറയണം എന്നാണ് എൻ്റെ മനസ്സിൽ. ചെന്നപ്പോൾ അവൻ്റെ അമ്മ അതൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കറിയേണ്ടത് അവൻ വേറെ ജോലിക്ക് പോയെന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ചോദിക്കാൻ പോയത്. ഞാൻ പറഞ്ഞ് സാനക്കുട്ടൻ ആളാണെന്ന് പേര് പറഞ്ഞത്. സാനക്കുട്ടൻ എന്ത് ചെയ്യുന്നു ചോദിച്ചു. അപ്പോൾ പറഞ്ഞിങ്ങനെ അച്ഛന് നാളെ ബൈപ്പാസ്സാണ്, അപ്പോൾ അതിന് വേണ്ടി കാര്യത്തിന് പോയിരിക്കുകയാണ്. അപ്പോൾ സൈറ്റിൽ പോയിരിക്കുകയാണ്, അപ്പോൾ ആ പൈസ ഇട്ടിട്ട് വേണം പോകാമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്ക് ശരിക്കും വിഷമം തോന്നി. ഞാൻ ചെയ്യാൻ പോയ കാര്യം എന്തായിരുന്നു? ഞാൻ പോയി വീട്ടിൽ ബഹളം വയ്ക്കാൻ പോയ അവൻ്റെ. ശരിക്കും അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? കാരണം അവർക്ക് വിഷമമായേനെ, സ്വാഭാവികമായിട്ടും ആ കിടക്കുന്ന ആൾക്കും വിഷമമായേനെ, എന്തെങ്കിലും സംഭവിച്ചേനെ. അപ്പോൾ അന്ന് ഞാൻ മനസ്സിലാക്കി ഈ ജോലിയൊക്കെ നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. എനിക്ക് വളരെ കുറ്റബോധം തോന്നി. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു വർക്ക് പറയാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. ഞാൻ വിഷയം മാറ്റി. അപ്പോൾ ആളെപ്പോൾ ഒരുപാടിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ പോകുന്നു. അന്ന് വീട്ടിൽ വന്ന് ഞാൻ ആലോചിച്ചു, ഞാൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടാൻ പോയെന്ന് ഓർത്തു. ശരിക്കും കുറ്റബോധം തോന്നി. അപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ അവൻ്റെ അമ്മയും ടീച്ചറായിരുന്നു, എൻ്റെ അമ്മയും ടീച്ചറാണ്. പുള്ളിയുടെ ജോലി ഇതാണെന്നല്ലേ ഉള്ളൂ. അപ്പോൾ ഞാനായാലും ആ സ്ഥാനത്ത് ഇതേ ചെയ്യത്തുള്ളൂ. എത്രയും പെട്ടെന്ന് അവൻ്റെ അച്ഛൻ സുഹൃത്തെല്ലാം നോക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് പൈസ കൂടുതൽ കിട്ടുന്നതിലല്ലേ പോകത്തുള്ളൂ.